നമസ്കാരം. ഫുക്രയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല. ക്രിക്കറ്റ് ടീമിനിടയിൽ ഭിന്നതകൾ നിലനിൽക്കുന്നു എന്നീ റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് കോച്ച് ഗംഭീറിനെതിരെ, ഗൗതം ഗംഭീറിനെതിരെയാണ്. മുതിർന്ന താരങ്ങളടക്കം ചില കളിക്കാർ വലിയ പരാതികളുമായി BCCIയെയും വിരമിച്ച മുൻ ക്രിക്കറ്റർമാരെയും സമീപിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഗംഭീറിൻ്റെ കോച്ചിങ് രീതികൾ, തീരുമാനങ്ങൾ എടുക്കൽ, ഇതെല്ലാം തെറ്റായ വഴിയിലാണ് ഇന്ത്യൻ ടീം സഞ്ചരിക്കുന്നത്, ഗൗതം ഗംഭീർ സഞ്ചരിക്കുന്നത് എന്ന് ഈ താരങ്ങൾ പരാതിപ്പെട്ടതായാണ് വിവരം. തോറ്റുകഴിഞ്ഞാൽ ഒരു തോൽവിയുടെയും ഉത്തരവാദിത്വം ഗംഭീർ ഏറ്റെടുക്കില്ല എന്ന് മാത്രമല്ല, ആ തോൽവിയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും കളിക്കാരുടെയും സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെയും തലയിൽ വെച്ച് കിട്ടുന്നതാണ് ഗംഭീറിൻ്റെ രീതി എന്ന് ഈ താരങ്ങൾ പറഞ്ഞതായിട്ടാണ് വിവരം. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അടക്കമുള്ള മുതിർന്ന താരങ്ങൾ, ഇവരടക്കമുള്ള മുതിർന്ന താരങ്ങൾ BCCIയെയും ഈ മുൻ ക്രിക്കറ്റർമാരെയും സമീപിച്ചതായും ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് BCCIയോട് ആവശ്യപ്പെട്ടതായിട്ടുമാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി ഗംഭീർ മുൾമുനയിലാണ് നിൽക്കുന്നത്. കാരണം ടെസ്റ്റ് ക്രിക്കറ്റിൽ, പ്രത്യേകിച്ച് റെഡ് ബോൾ ക്രിക്കറ്റിൽ, ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ മോശം പെർഫോമൻസാണ്. ഇന്ത്യയുടെ ഫോം തീരെ മോശമാണ്. ഈ ശ്രീലങ്കയ്ക്കെതിരായ വരുന്ന ടെസ്റ്റ് പരമ്പര അതിനിർണായകമാണ് ഗൗതം ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ തീർച്ചയായും ആ ടെസ്റ്റ് പരമ്പര ജയിച്ചില്ലെങ്കിൽ ഗംഭീർ തെറിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്ന വിവരം. നേരത്തെ ന്യൂസിലാൻഡിനോട് 3 ടെസ്റ്റുകളിലും ഇന്ത്യൻ മണ്ണിൽ വെച്ച് ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന 2 ടെസ്റ്റുകളിലും ഇന്ത്യൻ മണ്ണിൽ വെച്ച് ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. ഓസ്ട്രേലിയയിൽ അവിടെ ചെന്നിട്ട് 4-1 ഒരു ടെസ്റ്റ് പരമ്പര തോറ്റിരുന്നു. ഇങ്ങനെ ഗൗതം ഗംഭീറിൻ്റെ കീഴിൽ അതിദയനീയമായ പ്രകടനമാണ് ഇന്ത്യൻ ടീം കാഴ്ചവെക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റ് എടുത്തു നോക്കിയാൽ ഗംഭീറിന് കാര്യമായി ഒന്നും പറയാനില്ല. ഇംഗ്ലണ്ടിൽ പോയി 2-2 ഒരു സമനില, അതൊരു ഉജ്ജ്വല പരമ്പരയായിരുന്നു. അതൊഴികെ വേറെ ഒന്നും പറയാനില്ല ഗംഭീറിൻ്റെ കീഴിൽ എന്നതാണ് യാഥാർത്ഥ്യം. ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം റെഡ് ബോൾ ക്രിക്കറ്റിൽ ഗംഭീറിൻ്റെ കോച്ചിങ് മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ മണ്ണിൽ തുടർച്ചയായി 2 ടെസ്റ്റ് പരമ്പരകൾ, അതും വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നത്. 5 ടെസ്റ്റ് കളിച്ചു, 5ലും തോൽക്കുകയാണ്. 3 ന്യൂസിലാൻഡിനെതിരെ, 2 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും. ഈ സാഹചര്യം നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ ഗംഭീറിൻ്റെ തീരുമാനങ്ങൾ പലതും തെറ്റാണ് എന്ന് മുതിർന്ന താരങ്ങൾ ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടുന്നതായിട്ടാണ് അറിയുന്നത്. മുഴുവൻ തീരുമാനങ്ങളും ഒപ്പം രീതികൾ, കോച്ചിങ് സ്റ്റൈൽ ഒക്കെ ഭയങ്കര മോശമാണ് എന്ന് ഈ താരങ്ങൾ പരാതിപ്പെട്ടതായാണ് BCCയോട് പരാതിപ്പെട്ടതായിട്ടാണ് വിവരം. ഇപ്പോൾ നിലവിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഈ സൈക്കിളിൽ ഇന്ത്യ 5ാം സ്ഥാനത്താണ്. വളരെ പിറകിലാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ക്വാളിറ്റിയിലുള്ള ഒരു ടീം 5ാം സ്ഥാനത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മോശം ഒരു പെർഫോമൻസാണ്. അതുകൊണ്ട് തന്നെ ഗംഭീറിൻ്റെ ഈ വരുന്ന ശ്രീലങ്കയിലെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇന്ത്യയുടെ പെർഫോമൻസ്, ഇന്ത്യയുടെ പ്രകടനം വളരെ നിർണായകമാണ്. അത് ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. അത് മോശമായി കഴിഞ്ഞാൽ തീർത്തും പുറത്തു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഗംഭീറിന് എന്നാണ് അറിയാൻ കഴിയുന്നത്. 2027 ലോകകപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഏകദിന ലോകകപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇത്തരം ഭിന്നതകളൊക്കെ ഉടലെടുത്തിരിക്കുന്നത്, ഗംഭീറിനെതിരെ ഒരു കലാപം തന്നെ അരങ്ങേറുന്നത്. അതുകൊണ്ട് തന്നെ BCCIക്ക് ഈ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ കഴിയില്ല. കാരണം ഏകദിന ലോകകപ്പ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ചാമ്പ്യൻസ് ട്രോഫിയും 2020 ലോകകപ്പും അടക്കം ഏഷ്യ കപ്പും അടക്കം ടൂർണമെൻറ്റുകൾ ഗംഭീറിൻ്റെ കീഴിൽ ജയിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനുശേഷം അയർലൻഡിൻ്റെ നാട്ടിൽ 2020 തോറ്റു, ഇംഗ്ലണ്ടിനോട് 2020 തോറ്റു. അങ്ങനെ തോൽവികളുടെ ഒരു തുടർ പരമ്പര ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ടീമുകളോട് പോലും ഇന്ത്യ തോൽക്കുന്ന സാഹചര്യം നിലനിൽക്കെ ഗംഭീറിനും ഇന്ത്യക്കും 2027 ലോകകപ്പ് വളരെ പ്രധാനമാണ്. ആ ലോകകപ്പിലെ മികച്ച പ്രകടനം, അത് ചാമ്പ്യന്മാരാവുക തന്നെ ഇന്ത്യക്ക് വേണം. ആ സാഹചര്യത്തിൽ BCCI ഗംഭീറിനെ വെച്ചുകൊണ്ട് 2027 ലോകകപ്പിലേക്ക് പോകുമോ അതോ അതിനു മുമ്പ് തന്നെ ഗംഭീറിനെ പുറത്താക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ശ്രീലങ്കൻ പര്യടനം
അത് അതിനിർണായകമാണ് ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം എന്നതിൽ തർക്കമേ വേണ്ട. പ്രത്യേകിച്ച് നേരത്തെ മുതലേ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഗംഭീറുമായിട്ട് ഒട്ടും ചർച്ചയിലല്ല. അവർ പലപ്പോഴും നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടാണ് കോഹ്ലിയൊക്കെ തീർത്തും ഗംഭീറിനെ ബൈപ്പാസ് ചെയ്യുന്നത്, ഗംഭീറിനെ കണ്ടില്ലെന്ന് നടിക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. അവർ പണ്ട് തൊട്ടേ BCCIയോട് പരാതികൾ പറയുന്നുണ്ട്. എന്തായാലും ഗംഭീറിൻ്റെ കാര്യങ്ങൾ ശ്രീലങ്കൻ പര്യടനത്തോടു കൂടി തീരുമാനമാകും. അത് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ, അത് വിജയകരമായി പൂർത്തിയാക്കാൻ ഗംഭീറിൻ്റെ കീഴിലുള്ള ഇന്ത്യൻ ടീമിന് കഴിഞ്ഞില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഡ്രസ്സിംഗ് റൂമിൽ ഈ ഒരു ഭിന്നത നിലനിൽക്കെ ഒരുമിച്ച് നിന്ന് കളിക്കുക, ഇന്ത്യയെ ജയിപ്പിക്കുക എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. അതൊരു വലിയ വെല്ലുവിളിയാണ് ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം. ആ വെല്ലുവിളി എങ്ങനെ ഗംഭീർ നല്ല നിലയിൽ ഈ കളിക്കാരെ മുന്നോട്ട് കൊണ്ടുപോയി സ്വന്തം സ്ഥാനം കൂടി പോലും സ്വന്തം സ്ഥാനത്തിന് കോട്ടം തട്ടാതെ എങ്ങനെ ഗംഭീർ മുന്നോട്ട് കൊണ്ടുപോകും എന്നുകൂടി കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഗംഭീറിനെതിരെയുള്ള വിമർശനങ്ങളും കലാപങ്ങളും നാൾക്ക് നാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കുറച്ചു കാലമായി ആ ഒരു പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗംഭീറിനെതിരായ ഒരു കലാപം. അത് പൊട്ടിത്തെറിയിലേക്ക് ഏത് ഘട്ടത്തിലേക്ക് എങ്ങനെ അത് അവസാനിക്കും എന്നത് കാത്തിരുന്ന് കാണുക തന്നെ വേണം.